സാൽവേഷൻ ആർമി ചർച്ച് കൊട്ടാരക്കര ഡിവിഷൻ യൂണിറ്റിന്റെ കീഴിലുള്ള കല്ലുവാതുക്കലിലെയും വെളിനല്ലൂരിലെയും പ്രവർത്തകരും ഇതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ചു നടന്ന പൊതുസമ്മേളനത്തിൽ കല്ലുവാതുക്കൽ ആൻഡ് വെളിനല്ലൂർ കോർ ഓഫീസർ ബിജു അധ്യക്ഷത വഹിച്ചു. പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം സാൽവേഷൻ ആർമി കൊട്ടാരക്കര ഡിവിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാകുന്ന ഒരു സഭയാണ്. ഇവിടെ അടുത്ത് കാണപ്പെടുന്നതാകുന്ന കല്ലുവാതുക്കൽ, അപ്രകാരം ഏറെ അടുത്ത് കാണപ്പെടുന്നതാകുന്ന വെളിനല്ലൂർ. ഈ സഭകളുടെ ആഭിമുഖ്യത്തിൽ ഈ സ്നേഹതീരം എന്നുള്ള വാത്സല്യ ഭവനം സന്ദർശിക്കുവാൻ അടിയങ്ങൾ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് സമുദ്രതീരം എന്നുള്ള സ്നേഹഭവനം സന്ദർശിക്കുവാൻ. കാരണം നാളെ സാൽവേഷൻ ആർമിയുടെ വനിതാ സംഘടനകളുടേതാകുന്ന ദിനമാണ്. ഈ ദിനങ്ങളിൽ അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനും അനേക ഇടങ്ങൾ സന്ദർശിക്കുവാനും ആശ്രയമില്ലാതെ ആലംബമില്ലാതെ കാണപ്പെടുന്നതാകുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമേകുന്ന ദൂതുകൾ നൽകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സമയങ്ങൾ അടിയങ്ങൾ വേർതിരിക്കുകയാണ്. നാളത്തെ ദിവസം മെഡിക്കൽ ക്യാമ്പ് പോലുള്ള ചില കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ സമയം ഇന്ന് തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുകയും 4 മണി മുതലുള്ളതാകുന്ന സമയമാണ് അടിയങ്ങൾക്കായി വേർതിരിച്ച് തന്നത്. കടന്നു വന്നപ്പോൾ ചില പ്രോഗ്രാമുകൾ ഇവിടെ ആയിരുന്നു. എങ്കിലും ക്ഷമയോടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആമേൻ ഞങ്ങൾ കാത്തിരിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആമേൻ ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ കൊട്ടാരക്കര ഡിവിഷൻ്റേതാകുന്ന 33 സഭകൾക്ക് നേതൃത്വം വഹിക്കുന്നതാകുന്ന ഞങ്ങൾ ഡിവിഷൻ കമാൻഡർ എന്ന് വിളിക്കുന്നതാകുന്ന ആമേൻ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഡിവിഷൻ്റെ അധിപതിയാണ്. ആമേൻ സ്തോത്രം മേജർ ഷൈജുരാജയ്യ ഡിവിഷൻ കമാൻഡർ. ആമേൻ അപ്രകാരം വനിതാ സംഘടനകളുടേതാകുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ നാളുകളിൽ കൊട്ടാരക്കര ഡിവിഷൻ്റേതാകുന്ന ആമേൻ നേതൃത്വത്തിലായിരിക്കുന്ന മേജർ ഇവാമ ഷൈജുരാജ് DDWM. ആമേൻ അപ്രകാരം സാൽവേഷൻ ആർമി കൊട്ടാരക്കര ഡിവിഷൻ്റെ ഫൈനാൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാകുന്ന മേജർ ഷിബി ചാൾസ് അമ്മ. ആമേൻ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ആയിരിക്കുന്നത് പ്രിയ ബിജു. എൻ്റെ പേര് ബിജു. ഞങ്ങൾ ഇവിടെ വെളിനല്ലൂർ കല്ലുവാതുക്കൽ സഭകളുടേതാകുന്ന ചുമതലയിലിരിക്കുന്ന പുരോഹിതരാണ്. ആമേൻ സ്തോത്രം. ഞങ്ങൾക്ക് ഇപ്രകാരം ഈ സ്നേഹഭവനം സന്ദർശിക്കണമെന്നുള്ളതാകുന്ന ഒരു ചിന്ത കടന്നു വന്നത് ആമേൻ പ്രിയപ്പെട്ട മക്കളോടൊപ്പം അല്പസമയം ചിലവഴിക്കുവാൻ, തൻ്റെ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാൽവേഷൻ ആർമി ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നത് കൊണ്ട് അതിലൂടെ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക് മാതാക്കൾക്ക് ആശ്വാസം ലഭിക്കുവാൻ ആമേൻ സ്തോത്രം ആണ് ഞങ്ങൾ കടന്നു വന്നത്. ഞങ്ങളുടെ സ്ഥാപകനാകുന്ന വില്യം ബൂത്ത് പറഞ്ഞത്, തെരുവിലൊരു വ്യക്തി അലയുമ്പോൾ ആമേൻ ആശ്രയമില്ലാതെ ആലംബമില്ലാതെ ഭാരപ്പെടുമ്പോൾ ആമേൻ അപ്പോൾ ഞാൻ പൊരുതുമെന്നാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആശ്രയമറ്റ നിരാലംബരായിരിക്കുന്ന ഉപേക്ഷിക്കപ്പെട്ടതാകുന്ന അവസ്ഥയിൽ കാണപ്പെടുന്ന ആമേൻ പ്രിയപ്പെട്ടവർ, അവർ ഏകരല്ല, അവരെ കാക്കുന്ന കരുതുന്നതാകുന്ന ഒരു കരങ്ങളുണ്ട്. ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം ദൈവം അടിയങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ആമേൻ നിൻ്റെ മക്കൾക്ക് ആശ്വാസമായി തീരുവാൻ ആമേൻ വലിയവനാകുന്ന ദൈവം അവിടെ സഹായിക്കട്ടെ. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം സ്വാഗതം പറഞ്ഞു. പ്രിയമുള്ളവരെ, 2 ദിവസം എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നെങ്കിലും അത് കാണാൻ കഴിയാതെ പോയത് ഞാൻ മിക്ക സമയങ്ങളിലും എനിക്കൊരു കൺസ്ട്രക്ഷൻ സ്ഥാപനമുണ്ട്. അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ മിക്ക സമയങ്ങളിലും സൈറ്റിലാണ്. ഇനി 2 പരിപാടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. ഏറെക്കുറെ കാര്യങ്ങൾ അറിയാവുന്ന തൊട്ട് പിന്നിലായിരിക്കുന്ന ജോർജാനും പിന്നെ ബാബു ചേട്ടനുമാണ്. ജോർജാൻ അറിയുന്ന കഥകൾ വലിയ കഥയാണല്ലേ. എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്. ഞാനും ഇദ്ദേഹവുമായി ഒരു വണ്ടിയിൽ
ഒരു ലോറിയിൽ പാറ ലോഡിങ്ങിന് പോയിട്ടുണ്ട്. പോയിട്ടില്ലേ? ഞാനും അദ്ദേഹത്തിൻ്റെ എൻ്റെ 8 വർഷക്കാലം എൻ്റെ തൊഴിൽ അതായിരുന്നു. അപ്പം അന്നൊക്കെ ഞങ്ങളെല്ലാം സാധാരണക്കാരായിരുന്നു, ഈ വീട്ടിലും ഈ നാട്ടിലുമെല്ലാം. ഇന്നും അങ്ങനെ തന്നെ. അപ്പം അന്നല്ല ഞങ്ങളുടെ ഈ വീടെന്ന് പറയുന്നത് ഒരു ഓല മേഞ്ഞ വീടായിരുന്നു. അന്ന് ഇന്നൊക്കെ വാർത്ത വീടാതുകൊണ്ട് ചോന്നൊലിക്കില്ല എന്ന് വേണം പറയാൻ. അന്ന് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, സ്വപ്നം മാത്രമേ ഉള്ളൂ. രാത്രി സമയങ്ങളിൽ മഴ പെയ്യരുതെന്നുള്ള സ്വപ്നം മാത്രമേ ഉള്ളായിരുന്നു. മഴ പെയ്താൽ തണുക്കുമെന്ന് പേടിച്ചല്ല. മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് വീഴുന്നത് വെള്ളം ചിലപ്പം വായിക്കാത്തായിരിക്കും വീഴുന്നത്. ചോന്നൊലിക്കുന്ന വീടാണ്. അന്ന് വെള്ളം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒന്ന് കമുങ്കിലെ പാള കീറി വാരിയിലേക്ക് വയ്ക്കും. ആ വാരിയിൽ പാളം നിറഞ്ഞ് കവിയുമ്പോൾ വീഴുന്നത് ചിലപ്പോൾ നമ്മൾ പുറത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് മഴ പെയ്യരുന്ന ഒരാഗ്രഹം നമ്മളെ മനസ്സിലുള്ളത്. അങ്ങനെ ഇവരും സാധാരണക്കാരായി അങ്ങ് താഴെ തട്ടിൽ നിന്ന് എൻ്റെ അമ്മ പിന്നിലായി ഇരിപ്പുണ്ട്. കശുവണ്ടി തൊഴിലാളിയാണ്. അവരുടെ ഒരു വരുമാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ കുടുംബം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ പാറ ലോഡിങ്ങും പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായും പിന്നെ ഈ കൺസ്ട്രക്ഷൻ്റെ വർക്ക് പഠിക്കുന്നതിന് വേണ്ടി ഗുജറാത്തിൽ പോയി 3 വർഷം വർക്ക് പഠിച്ച് തിരികെ ഇവിടെ വന്ന് ഏതാണ്ട് ഒരു 10-18 വർഷം കൊണ്ട് ഞാൻ ഈ മേഖലയിൽ പണിയെടുക്കുന്നു. അതും ആയിരക്കണക്കിന് വീടുകൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. സൈറ്റിൽ സൂപ്പർവൈസറോ എഞ്ചിനീയറോ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളും ബാങ്കുകളും സ്കൂളുകളും ഷോപ്പിംഗ് മാളുകളും എല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിലും ആ കൊണ്ടാക്കി വെച്ച സമ്പാദ്യം മുഴുവനും ഞാൻ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. കൊടുത്തത് മാത്രമല്ല, തൊട്ടടുത്തുള്ള 7 ബാങ്കിൽ നിന്ന് ലോണുകളും എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഈ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്നത്. തൊട്ടടുത്തായി ഇന്ന് 12,000 സ്ക്വയർ ഫീറ്റിൽ ഹൈടെക്കാർ ഇവർക്ക് വേണ്ടി 100 പേർക്ക് കിടത്തുവാനും പാർപ്പിക്കുവാനും വേണ്ടി അത്യാധുനിക സൗകര്യങ്ങൾ കൂടി ഒരു മന്ദിരം പണിതി അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അവിടെ ഇവർക്ക് ഞാൻ 2 ഏക്കർ വസ്തു ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പുതിയ മന്ദിരം പണിയേണ്ട ആവശ്യമില്ലായിരുന്നു. സർക്കാരിൻ്റെ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് 2ആയി മാറ്റണമെന്നാണ് സർക്കാരിൻ്റെ നിയമം. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കേണ്ട എന്നാണ് അവരുടെ നിയമം. അങ്ങനെ എൻ്റെ സാമ്പത്തിക ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളും കൂടെയുണ്ട്, ധൈര്യമായിട്ട് മുൻപോട്ട് വെക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് അവർ 42 ലക്ഷം രൂപ അവർ തരുകയാണ്. ബാക്കി 3 കോടി രൂപ ഞാനുമായിട്ടാണ് ഇതിൻ്റെ പണി അവസാനം നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി ലിഫ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൂടി അങ്ങോട്ടേക്ക് അച്ഛന്മാരെ അങ്ങോട്ട് താമസിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോഴും ഞാൻ വീണ്ടും പെട്ടുപോകുന്ന ഒരു സമീപത്തിലേക്കാണ് നിൽക്കുന്നത്. ഏതാണ്ട് 100 പേരെ നോക്കണമെങ്കിൽ സംരക്ഷിക്കണമെങ്കിൽ ഏതാണ്ട് 20 സ്റ്റാഫുകൾ വേണം. 20 സ്റ്റാഫിന് മാത്രം ഏതാണ്ട് 4 ലക്ഷം രൂപ ഒരു മാസം ഞാൻ സമ്പാദിക്കണം. 100 പേരെ ഫുഡും മെഡിസിനും ഗ്യാസും മറ്റു സംവിധാനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഏതാണ്ട് 10 ലക്ഷം രൂപ ഒരു മാസം അവിടത്തേക്ക് മാത്രം വേണം. ഇപ്പോൾ ഏതാണ്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് 8 ലക്ഷം രൂപയിലാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് മാത്രമല്ല, ഏതാണ്ട് 8 വർഷത്തോളം കാലമായി ഞങ്ങൾ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തുന്നുണ്ട്. 4 ജില്ലയിലുള്ള ആൾക്കാരാണ് ഈ ക്യാമ്പിൽ വരുന്നത്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച, അതായത് നാളെയാണ് അവസാനത്തെ ക്യാമ്പ് നടക്കുന്നത്. അങ്ങനെ എല്ലാ 4 ജില്ലയിൽ നിന്ന് ആൾക്കാരേണ്ട 1000 പുറത്ത് ആൾക്കാർ ഈ ക്യാമ്പിൽ വന്നു പോകുന്നുണ്ട്. 300 പുറത്ത് ഓപ്പറേഷൻ എല്ലാ മാസവും സൗജന്യമായിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ വണ്ടിക്കൂലി സഹിതം ഞാൻ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടാക്കുന്ന രീതിയാണ് എല്ലാ മാസവും നടക്കുന്നത്. അതുപോലെ 8 വർഷമായിട്ട് ഞങ്ങൾ ആംബുലൻസിൻ്റെ സർവീസ് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു മുട്ടായിയുടെ പൈസ പോലും വാങ്ങാതെ അതിൻ്റെ പ്രവർത്തനം നടത്തി വരുന്നു. നിങ്ങൾക്കറിയാം ഒരു ആംബുലൻസ് ഓടണമെങ്കിൽ എന്തെല്ലാം ചിലവുണ്ടെന്ന്.
അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോഴാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ അവിടെ കാഷ്വാലിറ്റിയിൽ ഒരു അലമാര വെച്ചുകൊണ്ട് ഒരാൾ ആക്സിഡൻറ്റ് സംഭവിച്ചെത്തിയാലും ഒരാൾ മരണപ്പെട്ടാലോ പുതിയ വസ്ത്രങ്ങൾ നൽകുവാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംരംഭം ഞാൻ അവിടെ തുടക്കം കുറിക്കുകയും അത് കണ്ടിട്ടാണ് പിന്നെ റോട്ടറി ക്ലബ്ബ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ അതൊക്കെ എനിക്കൊന്ന് പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഞാൻ അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ എന്താണെന്ന് ഇവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എന്നോടൊപ്പം തന്നെ സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ പിന്നിലുണ്ട്, എൻ്റെ 2 മക്കളുണ്ട്, പിന്നെ പോരാത്തിന് ഇവിടെ 14 സ്റ്റാഫുകളെയും ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഞാനല്ല ഇത് ചെയ്യുന്നത്. ഈ അച്ഛന്മാരെ അമ്മമാരെ സംരക്ഷിക്കുന്നതെല്ലാം ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ഞാൻ സമ്പത്ത് കൊടുക്കുന്നെങ്കിലും അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അമ്മമാരെന്ന സ്നേഹത്തോടെ അവർ നടത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ ഏറെ വലുത്. അവർ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത് വന്ന് കാണുകയും ഇത്രയും ഹൈജീനിക്കായി ഇത്രയും വൃത്തിയായി നടത്തുന്ന സ്ഥാപനം എന്നൊരു അംഗീകാരം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും മറ്റ് സ്ഥാപനങ്ങളെല്ലാം പോയിട്ടുള്ളതായിരിക്കാം. പക്ഷേ നിങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറ്റങ്ങളൊന്നും കുറവുകളും പറയുന്നില്ല. എങ്കിലും ഇത്രയും നല്ല വൃത്തിയായിട്ട് നല്ല ആഹാരം കൊടുത്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഏറെ പ്രയാസമാണ്. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഏതാണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ച് നമ്മളൊക്കെ നല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ട ആളുകളാണ് ഇന്നിവിടെ എത്തിപ്പെട്ടത്. പക്ഷെ അവർക്ക് അവരുടെ വീട്ടിൽ കിട്ടുന്നതൊക്കെ സുഖവും സൗകര്യവും ഞങ്ങളിവിടെ കൊടുത്തിരിക്കുകയാണ്. ഒരു കുടുംബത്തിലാണെങ്കിൽ 1-2 ആളുകളുമായി പരസ്പരം അങ്ങോട്ടും മിണ്ടാനും പറയാനും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കളെയും ആട്ടും തൊപ്പും കൊണ്ട് നടക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ ഇവർ സന്തോഷത്തോടെ ഇവിടെ കഴിയുന്നു. ഓരോ വീട്ടിലും നമ്മൾ ഗ്യാസില്ല, മുളകില്ല, മല്ലിയില്ല എന്ന് പറയാതിരിക്കുന്നല്ലേ. പണ്ടൊക്കെ നമ്മൾ ജീവിച്ചിരുന്നത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അന്നൊക്കെ നാഴി അരി മേടിക്കും അന്ന് കഞ്ഞി വയ്ക്കാൻ വേണ്ടി. എനിക്ക് ഈ വീടെന്ന് വെച്ചാൽ എനിക്കേറെ ജീവിതത്തിൽ ഒരുപാട് കഥകളുള്ള വീടാണ് എൻ്റെ വീട്. ഈ വീടിൻ്റെ വസ്തുവിൻ്റെ അങ്ങും ഇങ്ങും എവിടെയൊക്കെ എന്തെല്ലാം മരങ്ങളുണ്ടായിരുന്നതിന് കൃത്യമായിട്ട് അറിയാം. ആ മാവിൽ നിന്ന് മാങ്ങ വെച്ച് അല്ലെങ്കിൽ മാങ്ങ കൊത്തി എരിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് മുളക് ഇട്ട് കുറച്ച് പുളി ഇട്ട് അതായിരുന്നു നമ്മുടെ ഉച്ചക്കത്തെ കറി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. കുട്ടികൾക്ക് ഇന്ന് ടിഫിൻ ബോക്സിനകത്ത് നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് കൊടുത്തു വിടുകയാണ്. എന്തെല്ലാം തരത്തിലുള്ള ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. അവർ കഴിക്കുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല. അങ്ങനെയല്ല ഞങ്ങളെല്ലാം വളർന്നത്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെല്ലാം നമുക്കതെല്ലാം മാറി നമ്മൾ മക്കളെ വളർത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയത് ഈ സമ്പത്ത് കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പൈസ എല്ലാം നമുക്കെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഒരു നിമിഷം നമുക്ക് പോകേണ്ടി വരും. അതിനാണ് ഈ മനുഷ്യൻ നമുക്ക് എന്തിനാണ് ജനിച്ചതെന്ന് പോലും ചില സമയങ്ങളിൽ ആരും ചിന്തിക്കാറില്ല. നമ്മൾ ജനിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഏതൊരു വ്യക്തിയും ജീവിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർ സേവനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു വക്കീലാണെങ്കിൽ സേവനം ചെയ്യുന്നത് മറ്റുള്ളവർക്കാണ്. അധ്യാപകനാണെങ്കിൽ സേവനം ചെയ്യുന്നത് മറ്റുള്ളവർക്കാണ്. അവർ കുടുംബത്തിന് വേണ്ടിയല്ല. അപ്പോൾ നമ്മൾ ജനിച്ചത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അത് ക്രിസ്തുവും പറയുന്നുണ്ടല്ലേ. നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് തന്നെ നമ്മൾ വാരിക്കോരി കൊടുക്കണമെന്നല്ല, വിശപ്പുള്ളവനെ വിശപ്പിൻ്റെ വില അറിയാൻ കഴിയുള്ളൂ. അത് നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. അത് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. ഞാൻ ചുരുക്കി മാത്രം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കഷ്ടപ്പാടിൻ്റെ വില എന്തെന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഇനിയും ഞാൻ എങ്ങനെയാണ് ആ സമ്പത്തുണ്ടാക്കിയത്, ഞാൻ എങ്ങനെയാണോ വന്നത്, അതേ കണക്ക് ഞാൻ വീണ്ടും താഴേക്ക് സീറോയിൽ തന്നെ പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു പൈസയും അക്കൗണ്ടിലേക്ക് ഇടാറില്ല. കിട്ടുന്ന പൈസ മൊത്തം ഞാൻ അവർക്ക് കൊടുക്കാൻ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പൈസ ഞാൻ ഉണ്ടാക്കി തരത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന് നിങ്ങൾ ഒരു കാലിൽ നിൽക്കുവാൻ ത്രാണിയായി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സമ്പാദിച്ചോണം. ഒരു പൈസയും ഞാൻ എൻ്റെ വകയായിട്ട് ഉണ്ടാക്കി തരത്തില്ല എന്ന് ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ 2 പേരും ഇവരോടൊപ്പം നിന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തു കൊടുക്കുകയാണ്. എൻ്റെ മോനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവർക്ക് 2 പേർക്ക് സന്തോഷം.
ഈ കുടുംബത്തിൽ ഇവരുടെയും ചേർത്ത് നിർത്തി നോക്കി മുൻപോട്ട് പോകണമെന്ന ആഗ്രഹമാണ്. എൻ്റെ ഭാര്യ ഇപ്പം പിറകിലായി വന്നിരിപ്പുണ്ട്. അവളും അതിനൊക്കെ തന്നെയാണ്. ഇവിടുത്തെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. എങ്കിലും അവളെ ആഗ്രഹം ഇവിടെ തന്നെ അച്ഛന്മാർക്കും അമ്മമാരെ മിക്ക ദിവസം കുളിപ്പിക്കുന്നതും അവർക്ക് ആഹാരം വാരിക്കൊടുക്കുന്നതും എല്ലാം അവളാണ്. എങ്കിലും അവളോടൊപ്പം കുറേ സ്റ്റാഫുകളുമുണ്ട്. അത്ര സന്തോഷമായിട്ട് ഞങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഭവനത്തിലെത്തിയതും ഇവിടുത്തെ അച്ഛന്മാരെ സന്തോഷിപ്പിക്കുവാനും അവർക്ക് എനിക്ക് വസ്ത്രം ഉൾപ്പെടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറെ സന്തോഷമാണ്. ഇത്തരം ദിവസങ്ങൾ ഞങ്ങൾക്ക് മറക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. എനിക്കൊന്ന് ഇനി ഓണം അടുക്കുകയാണ്. ഓണത്തിന് സാധാരണ 10 ദിവസത്തെ പരിപാടിയാണ് എല്ലാ സ്ഥാപനങ്ങളും ഉള്ളത്. എന്നാൽ ഇവിടെ കഴിഞ്ഞ വർഷം നടത്തിയ 14 ദിവസത്തെ പരിപാടിയാണ്. ഇവിടെ തൊട്ടുപിറകിലായി ഒരു ഗായിക ഇരിപ്പുണ്ട്. ഗാനമേള ട്രൂപ്പിൽ പാടുന്നൊരു ഗായികയാണ്. ഇവരെ ഉച്ച സമയമാകുമ്പോൾ ഇവിടെ പാട്ടാണ്, നല്ലൊരു ബഹളമാണ്. ഇവരെല്ലാം പാട്ട് നല്ല സന്തോഷമായിട്ട് പാടും. പാട്ടൊക്കെ കേട്ടാൽ ഞങ്ങൾ അതിന് മുമ്പേ ഉറങ്ങിപ്പോവും എന്ന് വേണം പറയാൻ. ഇവർ പാട്ട് പാടാൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരും. 1-2 പാട്ടല്ല, ഒരു പാട്ട് ഇപ്പം ഒരാൾ 2-3 പാട്ടുകൾ ഒരുമിച്ച് പാടിക്കളയും. അതുകൊണ്ടാണ് അവരെ വിളിക്കാതെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ രാവിലെ യോഗയുണ്ട്. ഒരു സ്കൂൾ പോലെയാണിത്. ഇതൊരു സ്കൂളാണ്. എന്താ വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുക, ടൈം ടേബിൾ പോലെയാണ്. ഇവർക്ക് ഒരു ജോലിയില്ല. ഇവർക്ക് പാത്രം വരെ കഴുകാൻ വേണ്ടി ആളിനെ ആക്കിയിട്ടുണ്ട്, വസ്ത്രം വരെ കഴുകാൻ ആളിനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്കൂൾ കൊണ്ടുപോകണം എങ്ങനെയാണോ അതനുസരിച്ച് രാവിലെ എഴുന്നേൽക്കുന്നു, ടൈം ടേബിൾ പോലെ അവർക്ക് കാപ്പി ചെല്ലുന്നു. അതിനിടയ്ക്ക് കാപ്പിയായി, കട്ടൻ കാപ്പിയായി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റായി, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് യോഗയായി, യോഗ കഴിയുമ്പോഴത്തേക്ക് സംഗീതം കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദനത്തിരി, ലോഷൻ അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ മഴയായതുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നടത്തേയും പുറത്തേക്കുണ്ട്. പിന്നെ ഒരു വർഷത്തെ ഇപ്പം കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് ഇവരെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ സിനിമ വരെ കാണിച്ചു. ഇപ്പോൾ ടൂർ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് ഞങ്ങളിവിടെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും നീങ്ങാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇവരെയും കൊണ്ട് എല്ലായിടത്തും പോകാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. ഇവിടെ എത്തിച്ചേർന്ന ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും, എനിക്കൊരു സാൽവേഷൻ ആർമിയായിട്ട് എനിക്ക് ഇപ്പോഴൊന്നുമില്ല, പണ്ട് തൊട്ടേ എനിക്കൊരു ബന്ധമുണ്ട്. ഞാൻ എനിക്ക് പുതിയ നിയമം എന്നൊരു പുസ്തകമുണ്ട്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുതിയ നിയമം എന്ന പുസ്തകം, ഒരു ചുവന്ന കവറാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ ഏറെക്കുറെ ഭാഗം എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, എനിക്ക് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷേ അന്നൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരും ആ പുസ്തകം കൊണ്ടുതരുമ്പോൾ എനിക്ക് തന്നെ പ്രത്യേക ഒരു പുസ്തകം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വായിക്കുമായിരുന്നു നല്ലോണം. എനിക്ക് തൊട്ടടുത്ത പള്ളിയിലെ അച്ഛൻ ഇതിലേ പോവും, ഞായറാഴ്ച ദിവസം പോവും. നല്ല താടിയൊക്കെ നീട്ടി വളർത്തിയൊരു അച്ഛനാണ്. നല്ല പ്രായമാണ്. അച്ഛൻ പോകുമ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളാണ്, ചെറിയ പ്രായമോ. അച്ഛൻ പോകുമ്പോൾ ഞങ്ങൾ അച്ഛനെ കാത്തിരിക്കും. ഞായറാഴ്ച ദിവസം ആവണമെന്ന് പറഞ്ഞ് കാത്തിരിക്കും. എന്തിനാ? അച്ഛനെ കാണാൻ വേണ്ടിയല്ല. അച്ഛൻ വരുമ്പോൾ ഒരു കവർ മുട്ടായി ആയിട്ടാണ് വരുന്നത്. അച്ഛൻ മുട്ടായി അങ്ങ് അറ്റം വരെ വിതറും. ഞങ്ങൾ ഒരു കൈ നീട്ടിയിട്ട് ഒരു മുട്ടായി മേടിച്ചിട്ട് മറു കൈ നമ്മൾ നീട്ടിക്കൊടുക്കുക. അപ്പോൾ 2 മുട്ടായി കിട്ടും. അങ്ങനെ അച്ഛൻ്റെ പിറക്കെ ഞങ്ങൾ പള്ളി വരെ പോകുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് ചുരുക്കി മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ആദ്യമായിട്ട് വന്നതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. ആയിരിക്കുന്ന 2 പേർക്കും എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യം. ഇപ്പുറത്ത് ഇരിപ്പുണ്ട്, ഞാനിശ്വരൻ്റെ വൈഫ് ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒന്നിനും മടിയില്ല. ഇപ്പം തന്നെ സൈറ്റിൽ പോയാൽ പോലും ഞാൻ നല്ല സുന്ദരമായിട്ട് ജോലി ചെയ്യും. ഇപ്പോഴും സൈറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കും. അവിടുത്തെ വർക്ക് തീർന്നിട്ടില്ല. ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ വരുന്നു. ഇപ്പം തന്നെ എല്ലാ ദിവസവും സാലറി കൊടുക്കണം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് ഒറ്റയ്ക്കുള്ള ഓട്ടങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ എത്തുകയും വേണം. അപ്പോൾ നല്ല സ്ട്രെയിനുള്ള വർക്കാണ്. അറിയാലോ, ഒരു വീട് വെച്ചിട്ടുള്ള നിങ്ങൾക്കറിയാലോ ബുദ്ധിമുട്ട് എന്താണെന്ന്. ചെറിയ പണിയല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തലയിൽ കൂടെ കയറി ഇറങ്ങി മാത്രമേ ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച്, ഇപ്പോഴത്തെ പറഞ്ഞ കേട്ടാൽ നമ്മൾ ചെറിയ പണിയല്ല വെച്ചാൽ ഓരോരുത്തർ വീഡിയോ കണ്ടിട്ട് ഉടനെ അയച്ചു എനിക്ക് ഇതേ കണക്ക് തന്നെ വീട് വെച്ച് തരണം. വീട് വെച്ചാൽ മാത്രമേ അത് അകത്ത് എന്തെല്ലാം വേണമെന്ന് യൂട്യൂബിൽ കണ്ടിട്ട് അതേ കണക്ക് വീണ്ടും നമ്മളെ വിളിക്കും. ഒരു ഫോൺ എടുക്കാൻ പോലും സമയം കാണത്തില്ല. എനിക്ക് അടുത്ത സമയത്ത് ഏറ്റവും വലിയൊരു അനുഭവം, ജീവിതത്തിൽ അനുഭവം ഉണ്ടായത് ഒരു മാസത്തിന് മുമ്പ് കേരള കൗമുദിയിലൊരു ഫീച്ചർ എനിക്ക് കേരളം മൊത്തത്തിൽ വന്നിരുന്നു ഈ സമുദ്രത്തെ കൂട്ടുകുടുംബത്തെക്കുറിച്ച്. പക്ഷേ അന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. 150 പുറത്ത് കോൾ എനിക്ക് ഒരു ദിവസം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. വേറൊന്നിനും വേണ്ടിയല്ല, പ്രായമായ അച്ഛന്മാരും അമ്മമാരാണ് എന്നെ അന്ന് വിളിച്ചത്. ഒരു അഡ്മിഷന് വേണ്ടിയാണ്. ഒരു അഡ്മിഷന് വേണ്ടി വിളിച്ചിട്ടുള്ള 150 പുറത്ത് ആളുകൾ അമ്മമാർ വിളിച്ചെങ്കിൽ എനിക്ക് അവരെല്ലാം
വിളിച്ചത് മാത്രമല്ല അവരുടെ സ്വത്തുക്കൾ കൂടി എനിക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞു. ചില ആളുകൾ അവരുടെ പെൻഷൻ ഏതാണ്ട് 70,000 രൂപ പെൻഷൻ മേടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വരെ എന്നെ വിളിച്ചിരുന്നു. അവരുടെ പെൻഷൻ വരെ എനിക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഇരിക്കുന്ന ഒരാളിൻ്റെ നിന്ന് പോലും ഞാൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. ഇവർ മാത്രമായിരുന്നില്ല ഇവിടെ താമസിച്ചിരുന്നത്. ഏതാണ്ട് 590 അപേക്ഷയാണ് എനിക്ക് വന്നത്. ഏതാണ്ട് 49 വരെ ഞാൻ അതാത് വീടുകൾ കണ്ടെത്തി ചില നിയമ പോരാട്ടങ്ങൾ നടത്തി അവരുടെ വീടുകളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം. ഇന്ന് എൻ്റെ കൂടൊപ്പം കുറച്ച് ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ട്. നാളെ വരുമ്പം കാണാം, കണ്ണിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ചെറുപ്പക്കാരവിടെ എത്തും. അവരെല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന സാൽവേഷൻ ആർമിയുടെ പ്രവർത്തകരായ മേജർ ഷാജുരാജ് ഡിവിഷൻ കമാൻഡറാണ്. സാറാണെന്ന് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് തോന്നുന്നു അല്ലേ? സാർ ഇവിടെ വന്നു, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കി അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സ്ഥാപനം ഉണ്ടെന്നും ഈ സ്ഥാപനത്തിൽ പോയി കാണണമെന്നും എല്ലാം പറഞ്ഞ് അങ്ങനെ ആയിരിക്കും. എനിക്ക് തൊട്ടടുത്തുള്ളൊരു പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ പള്ളിയിലെ അച്ഛന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തി ഇവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ. നിങ്ങൾക്കതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു ബോർഡ് ഇരിപ്പുണ്ട്. ആ ബോർഡിൽ ഞങ്ങൾ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രമെന്നാണ്. കാര്യം ഇതിവിടെ മതമില്ല, ഒന്നുമില്ലാതെ മനുഷ്യർ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് സമുദ്രതീരം. അതിനുവേണ്ടിയാണ് ഞങ്ങളെ പരിശ്രമം. ഞങ്ങൾ ഈ വയോജന കേന്ദ്രത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞങ്ങൾ ഇതിൽ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. 59 സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഈ വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിവിടെ എത്തിക്കാൻ പോകും. ആഗസ്റ്റ് 15 എന്തുകൊണ്ട് വർക്കല ഇടവേള ജവഹർ പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ കുട്ടികളെ വന്നിട്ട് ഈ അച്ഛമ്മയും അമ്മമാരുമായി സംസാരിക്കാൻ ഞങ്ങൾ സമയം കൊടുക്കുകയാണ്. വരും തലമുറയെ മാറ്റിയെടുക്കാൻ വേണ്ടി. ഇങ്ങനെ വയോജന കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ ബിസിനസ്സാണ്. ഏറ്റവും പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണിത്. ഒരു ജോലിക്കും പോവാതെ നാട്ടുകാരെ ഇന്ന് പൈസയും മേടിച്ചിട്ട് ഇത്തരം സ്ഥാപനം നടത്തി അവരെ മക്കൾക്കും ജോലി മേടിച്ച് മക്കളെയും പഠിപ്പിച്ച് അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യാതെ അവർ കുടുംബം കഴിഞ്ഞു പോകുന്ന സ്ഥാപനമാണ് ഈ വയോജന കേന്ദ്രമെന്നാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ 1 രൂപ ഒരാൾക്ക് കൊടുക്കണമെങ്കിലും അതാത് സ്ഥാപനങ്ങളിൽ പോയി മാത്രമേ കൊടുക്കാമുള്ളൂ. ഒരാൾ പിരിവിന് വന്ന് ചോദിച്ചാൽ പോലും കൊടുക്കാൻ പാടില്ല. ഒരു വസ്ത്രം പോലും കൊടുക്കരുത്. അർഹതപ്പെട്ട ആളിൻ്റെ കൈകളിൽ മാത്രം നിങ്ങൾ എത്തിക്കുക. ഈ സ്ഥാപനമായാലും ഏത് സ്ഥാപനത്തിലായും നിങ്ങൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളെ തുടർച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. ഡിവിഷൻ കമാൻഡോ മേജർ ഷൈജുരാജ്, DDWM ഇവാമ ഷൈജുരാജ്, DFM ഷിബി ചാൾസ്, അസിസ്റ്റന്റ് കോർ ഓഫീസർ പ്രിയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കല്ലുവാതുക്കൽ വെളിനല്ലൂർ സാൽവേഷൻ ആർമി ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെയുള്ള വനിതാ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ ഇപ്രകാരം ഒരു സന്ദർശനം അറേഞ്ച് ചെയ്തത്. ഈ പ്രോഗ്രാമിൽ ഞങ്ങളുടെ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഡിവിഷണൽ കമാൻഡർ, DDWM, ഡിവിഷണൽ ഫൈനാൻസ് ഓഫീസർ ഞങ്ങളെ 3 പേരെയും ഇതിന് ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചതിൻ്റെ പേരിലാണ് ഇപ്രകാരമൊരു സ്ഥാപനത്തിൽ കടന്നു വരുന്നതിനും സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരെയും ഇവിടെ പാർക്കുന്ന ഈ വലിയ സമുദ്രതീരം എന്ന കുടുംബത്തിലെ അംഗങ്ങളെയും മുഖാമുഖം കാണുവാനും നിങ്ങളുമായിട്ട് അല്പനിമിഷം ചെലവിടുവാനും പ്രാർത്ഥിക്കുവാനും അവസരം ലഭിച്ചത്. പ്രത്യേകിച്ച് ഈ വലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ശ്രീ റൂവൽ സിംഗ് അവറുകളുടെ ആത്മപ്രചോദനമായ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ സ്ഥാപനം എന്താണ് എന്നും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലൂടെ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും, മറ്റുള്ളവരെ ഏതൊക്കെ രീതിയിൽ കരുതുവാൻ കഴിയും, അത് സമൂഹത്തിൽ ഉള്ള നല്ല മനസ്സുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, അതിലൂടെ സന്തോഷം കണ്ടെത്തുക, അതിലൂടെ ആത്മസംതൃപ്തി നേടുക, അത് ഒരു ചെറിയ കാര്യമല്ല, അത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. രക്ഷാസൈന്യവും ഇപ്രകാരം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഭയാണ്.
134 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന രക്ഷാസേനത്തിൽ സഭയുടെ ആത്മീക കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു സഭയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സഭയിലെ നടത്തിപ്പുകാർക്കും സഭയിലെ അംഗങ്ങൾക്കും ഇപ്രകാരം ഒരു സ്ഥാപനത്തിൽ വരുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുവാനും കഴിയുന്നത് അത് ഏറ്റവും സുസൃഹമായ കാര്യമാണ്. ദൈവത്തെ സ്തുതി അർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടേതായ എല്ലാവിധമാകുന്ന പ്രാർത്ഥനകളും ഈ അവസരം അറിയിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിനായി സർവശക്തനായ ദൈവം എപ്പോഴും കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേട്ടത് പുതിയൊരു മന്ദിരം പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അശരണരായ വ്യക്തികൾക്ക് ഒരുപക്ഷെ ബന്ധമോ സ്വന്തമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി, അവരുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി കൈത്താങ്ങായി തീരുക എന്ന് പറയുന്നത് അതുതന്നെയാണ് ദൈവം ഓരോ വ്യക്തികളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടെ പ്രാരംഭത്തിൽ ഡിവിഷണൽ കമാൻഡർ DC അമ്മ ഇവിടെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അല്പസമയങ്ങൾ കൂടി ഞങ്ങളിവിടെ ചെലവഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. തുടർന്ന് പലവിധമായ പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്താണ് ഈ സഭയിലെ അംഗങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുമായിട്ട് അല്പസമയം കൂടി ഇവിടെ ചെലവിടുമ്പോൾ അത് ഏറ്റവും സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി തീരട്ടെ. തുടർന്നുള്ള ഈ പ്രവർത്തനത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവ്വശക്തനായ ദൈവം നൽകട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും, ഈ ഭവനത്തിലെ ഓരോ കുടുംബാംഗങ്ങൾക്കും ദൈവം ശക്തിയും ആരോഗ്യവും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷാസൈന്യം നാളത്തെ ദിവസം വനിതകളുടെ കൂട്ടായ്മയുടെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ദിവസമാണ്. എല്ലാ വർഷവും ഹോം ലീഗ് എന്ന് പറയുന്ന ആ വനിതാ സംഘടനയുടെ നേതൃത്വത്തിൽ ചില സാമൂഹിക പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ആത്മീകവും സഭാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. രക്ഷാസൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എത്ര പേർക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. ഏകദേശം 134 രാജ്യങ്ങളിലായിട്ട് രക്ഷാസൈന്യം പ്രവർത്തിക്കുന്നു. ഇതൊരു സഭയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സോഷ്യൽ സർവീസും ചെയ്യുന്ന, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും സഭയുമാണ് ഈ രക്ഷാസൈന്യം എന്ന് പറയുന്നത്. അപ്പം 134 രാജ്യങ്ങളിലായിട്ട് 175 ഭാഷകളിലായി ഈ സഭയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നു. അതുപോലെ ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ലീഡർ എന്ന് പറയുന്നത് ജനറൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ഒരേ ഒരു നേതൃത്വം മാത്രമാണ് ഇൻ്റർനാഷണലായിട്ടുള്ള ഈ സഭയ്ക്കുള്ളത്. ആ ജനറലിൻ്റെ കീഴിലാണ് മറ്റ് അന്തർദേശീയ, ദേശീയ, പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇന്ന് ഞങ്ങളിവിടെ കടന്നു വരുവാനുള്ള കാരണം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന കല്ലുവാതുക്കൽ, വെളിനല്ലൂർ കോറുകളിലെ പുരോഹിതരും അതുപോലെ തന്നെ അവിടുത്തെ അമ്മമാരും സഹോദരിമാരുമായിട്ട് ഈ സമുദ്രതീരം ഭവനം സന്ദർശിക്കുവാനും ഇവിടുത്തെ അന്തേവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങളെ കാണുവാനും ചില ചെറിയ സ്നേഹ സമ്മാനങ്ങൾ നൽകുവാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കടന്നു പോകുവാനുമാണ് ഞങ്ങളിവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് രക്ഷാസൈന്യം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഈ വിശുദ്ധ വചനമാണ് ഞങ്ങൾക്ക് ഇതിന് മുഖാന്തരമായിരിക്കുന്നത്.
വേദപുസ്തകത്തിൽ ഒരു വാക്യം കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ആ വ്യക്തികളോട് നാം എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കരുണയോടുകൂടി അങ്ങനെയുള്ളവരോട് ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ പകരും എന്നുള്ളതാണ് അതിനർത്ഥം. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു മതസ്ഥാപകനായിട്ടല്ല അറിയപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി. അതുമാത്രമാണ് ഞങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ഈ യേശുവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഈ യേശുവിനെ തന്നെ നാം സ്വീകരിക്കുകയാണെങ്കിൽ, ഈ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങളെ, നന്മകളെ കാണുവാനായിട്ട്, അനുഭവിക്കാനായിട്ട് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഉപമ, ഒരു ദൃഷ്ടാന്തം ചില വ്യക്തികളോട് സംസാരിക്കുകയുണ്ടായി. അത് എന്ന് പറയുന്നത് ലോക അന്ത്യത്തിൽ ഒരു ന്യായവിധി ഉണ്ടെന്നും ആ ന്യായവിധി ദിവസത്തിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും, ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട സകല വ്യക്തികളുടെ ആത്മാക്കൾ ഒരു ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല പ്രവൃത്തികൾ ചെയ്ത, ദൈവത്തിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്ത മനുഷ്യരെ വലതുഭാഗത്തും മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ഇടതുഭാഗത്തും നിർത്തുമെന്നും ആ ന്യായം വിധിക്കുന്ന ദിവസത്തിൽ ദൈവം, കർത്താവായ യേശുക്രിസ്തു ആ വലതുഭാഗത്ത് നിൽക്കുന്ന മനുഷ്യരോട് പറയും, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് കുടിപ്പാനായിട്ട് തന്നു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നു, ഞാൻ ജയിലിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവർ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, ഞങ്ങളിതെല്ലാം എപ്പോഴാണ് നിനക്ക് വേണ്ടി ചെയ്തത്? ദൈവമേ, നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ യേശു പറയുന്ന ഒരു മറുപടിയാണ്, ഈ എളിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തിടത്തോളം, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്കാകുന്നു നിങ്ങൾ ചെയ്തത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നാം സമൂഹത്തിലായിരിക്കുമ്പോൾ ചെറിയ വ്യക്തികളിൽ ചിലർക്കെങ്കിലും ചില നന്മകൾ ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഒരു വലിയ സേവനം തന്നെയാണ്. ഇന്ന് ഈ സമുദ്രതീരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാണുവാനും നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഞങ്ങൾക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടിയുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കാരണം നാം എന്ത് ചെയ്താലും അത് നന്മ പ്രവൃത്തിയാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധ വചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ രക്ഷാസൈന്യം ഒരിക്കലും ഒരു ജാതിക്കോ മതത്തിനോ അനുസരണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. സമൂഹത്തിൽ ഇന്ന് ഞാൻ പറയുകയുണ്ടായി 134 രാഷ്ട്രങ്ങളിലായിട്ട് ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ എളിയ നിലയിലായിരുന്നു. സമൂഹത്തിൽ തള്ളപ്പെട്ടു പോയവർ, ഭവനങ്ങളില്ലാതിരുന്നവർ, അനാഥരായിട്ടുള്ള വ്യക്തികൾ, മദ്യപാനികൾ, ഇങ്ങനെ പലതരത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലും പിന്തള്ളപ്പെട്ടു പോയ മനുഷ്യരെ, അവരെ വീണ്ടെടുത്തിട്ടാണ് ഈ രക്ഷാസൈന്യത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാതിക്കോ മതത്തിനോ ഒന്നും തന്നെ ഇതിന് യാതൊരു സ്വാധീനവും ചെലുത്തുവാൻ കഴിയുന്നില്ല. ഈ പ്രവർത്തനം വരുന്ന നാളുകളിലും രക്ഷാസൈന്യത്തിൻ്റെ ഈ സ്നേഹപ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വരുന്ന നാളുകളിലും നല്ല കൂട്ടായ്മകൾ നമുക്ക് പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകും എന്ന് വിശ്വസിക്കുന്നു. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സന്തോഷവും സമാധാനവും ആരോഗ്യവും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ.
പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. പുലരിയിൽ പൂതാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിയിൽ പൂതാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ. ഈ ജീവിതമെന്തിനു നാഥാ. തുടർന്ന് സാൽവേഷൻ ആർമി ചർച്ച് അച്ഛനമ്മമാർക്ക് പുതുവസ്ത്രങ്ങൾ നൽകി.